ഇരിക്കുന്നോ? കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണോ? എന്നാ നമുക്കൊരു കഥ കേട്ടാലോ? ഓക്കെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുഞ്ഞിമീൻ പേടിച്ചു. എന്നതാ? പൊന്നിയമ്മയുടെ പുന്നാര മകളായിരുന്നു കുഞ്ഞിമീൻ. പൊന്നിയമ്മ എന്ന് പറയുന്നൊരു മീനുണ്ടായിരുന്നു. ആ പൊന്നിയമ്മയുടെ പുന്നാര മകളായിരുന്നു കുഞ്ഞിമീൻ. ഈ കുഞ്ഞിമീൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ കുഞ്ഞിമീൻ അമ്മ പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കാറില്ല. അമ്മ പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കാറില്ല. അമ്മ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എല്ലാ ദിവസവും ഈ കുഞ്ഞിമീനോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിമീൻ ഒരിക്കലും ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ഈ കുഞ്ഞിമീൻ അമ്മയോട് ചോദിച്ചു, ഈ തടാകത്തിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് നീന്താൻ പോകണം, ആരും എൻ്റെ കൂടെ വരണ്ട, അമ്മയും വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നീന്താൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അങ്ങനെ പറ്റില്ല, ഒറ്റയ്ക്ക് നീന്താൻ പോയാൽ ആ തടാകത്തിൽ ഒരു തോടനാമയുണ്ട്, ആ ദുഷ്ടനായ തോടനാമ നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് നീന്താൻ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ കുഞ്ഞുമീൻ അനുസരിക്കുമോ? അനുസരിക്കത്തില്ല. ഈ കുഞ്ഞുമീൻ അമ്മ പറയുന്നത് കേൾക്കാതെ ഈ തടാകത്തിലൂടെ ഒറ്റയ്ക്ക് നീന്താനായിരുന്നു. ഇതാര് കാണുന്നുണ്ടായിരുന്നു? തോടനാമ. ആരാ കണ്ടുകൊണ്ടിരിക്കുന്നത്? പക്ഷെ ഈ തോടനാമ എന്ത് ചെയ്തു? മനസ്സിൽ അന്നേരം ചിന്തിച്ചു, ഇവിടെ എനിക്ക് പറ്റിക്കണം, ഇവിടെ എനിക്ക് ഉപദ്രവിക്കണം. അങ്ങനെ ഈ കുഞ്ഞുമീൻ പതുക്കെ ഈ വെള്ളത്തിലൂടെ നീന്തി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞുമീൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വെള്ളത്തിലൂടെ നീന്തി വന്നുകൊണ്ടിരുന്നപ്പം ഈ തോടനാമ പതുക്കെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ നീ ഒറ്റയ്ക്ക് ഈ വെള്ളത്തിലൂടെ നീന്തി വരുവാണോ? ഒരു കൂറ്റനായ മത്സ്യം, അതായത് കൂറ്റനായ വലിയ മീൻ, നിറച്ച് മുള്ളുകളുള്ള ആ മീൻ നിന്നെ വിഴുങ്ങാനായിട്ട് വരും. നിന്നെ മാത്രമല്ല കുഞ്ഞു മീനുകളെ എവിടെ കണ്ടാലും അവൻ വിഴുങ്ങും, അതുകൊണ്ട് നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുമീൻ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പം ഈ തോടനാമ എന്ത് പറഞ്ഞു? നീ കരയല്ല, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ കട്ടിയുള്ള തോടിലേക്ക് നീ പതുക്കെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. എൻ്റെ കട്ടിയുള്ള തോടിനകത്ത് കയറി ഇരുന്നാൽ നിന്നെ ആ കൂറ്റൻ മീൻ ഒരിക്കലും കണ്ടുപിടിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുമീൻ ഇത് വിശ്വസിച്ച് അവൻ്റെ തോടിനുള്ളിലേക്ക് കയറിയിരുന്നു. ഈ തോടിനുള്ളിലേക്ക് കയറിയിരുന്നപ്പോൾ ഈ തോടനാമ എന്ത് ചെയ്തു? പതുക്കെ നീന്തി കരയിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ തോടിനകത്തുനിന്ന് ഈ കുഞ്ഞുമീനിനെ കുടഞ്ഞ് കരയിലേക്കിടുമ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞുമീനിന് ശ്വാസം കിട്ടുമോ? ഇല്ല. ഈ കുഞ്ഞുമീൻ ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് പിടഞ്ഞ് വിഷമിക്കുക. എന്നിട്ട് ഈ കുഞ്ഞുമീൻ അവിടെ കിടന്ന് കരഞ്ഞു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വല്ലാതെ കരഞ്ഞു. ആരെങ്കിലും രക്ഷിക്കാനുണ്ടാവോ? ഇല്ല. ഇത് കണ്ട് തോടനാമ കൈ കൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ പറ്റിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുമീന് അമ്മ പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് വിഷമം വന്നു. അമ്മ എന്താ പറഞ്ഞേ? വെള്ളത്തിൽ നീന്താൻ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് കുഞ്ഞുമീനിനോട് പറഞ്ഞായിരുന്നോ? ഇത് കേൾക്കാതെ കുഞ്ഞുമീൻ ഇറങ്ങി വെള്ളത്തിൽ നീന്തിയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ? അങ്ങനെ പിടഞ്ഞ് മറിഞ്ഞ് കുഞ്ഞുമീൻ ഒരു വിധത്തിൽ വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ വെള്ളത്തിൽ വീണ കുഞ്ഞുമീൻ രക്ഷപ്പെട്ട് വെള്ളത്തിലൂടെ നീന്തി പൊന്നിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ കുഞ്ഞുമീൻ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഈ കുഞ്ഞുമീൻ അമ്മ പറയുന്നത് കേൾക്കാതിരുന്നിട്ടില്ല. എപ്പോഴും അമ്മ പറയുന്നത് അനുസരിച്ച് കുഞ്ഞുമീൻ പിന്നീട് ജീവിച്ചിട്ടുള്ളൂ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്നാ മനസ്സിലായത്? നമ്മൾ മുതിർന്ന എല്ലാവരെയും, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മുതിർന്ന എല്ലാവരെയും നമ്മൾ അനുസരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെയും നമ്മളുടെ അധ്യാപകരെയും നമ്മൾ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായോ? താങ്ക് യു.